കരിവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ കെ രാധാകൃഷ്ണൻ എംപിയെ ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. രാവിലെ ഇഡിയുടെ കൊച്ചിയിൽ ഓഫീസിലാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേസിൽ അന്തിമ കുറ്റപത്രം നൽകുന്നതിന് മുന്നോടിയായാണ് ബാങ്ക് തട്ടിപ്പ് നടന്ന കാലയളവിൽ CPM ജില്ലാ സെക്രട്ടറിമാരിൽ ഒരാളായ കെ രാധാകൃഷ്ണനെ ഇഡി ചോദ്യം ചെയ്യുന്നത്. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, ഈ വിഷയത്തിൽ ഇഡി കുറച്ച് നാളായി കെ രാധാകൃഷ്ണൻ നോട്ടീസ് നൽകിയിട്ട്, പക്ഷെ അപ്പോൾ പാർട്ടി സമ്മേളനം, ലോക്സഭ സമ്മേളിക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ ശേഷം ഹാജരാകാമെന്ന് അദ്ദേഹം തിരികെ അറിയിക്കുകയായിരുന്നു. ഏത് സാഹചര്യത്തിലാണ് ഇന്നത്തെ ചോദ്യം ചെയ്യൽ? ഈ കേസിന്റെ അന്വേഷണം, ഇഡിയുടെ അന്വേഷണം ഏത് ഘട്ടത്തിലാണുള്ളത്? ശ്രീജ, ഇഡി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം ഒരു അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. കാരണം 2023 ഇതിൻ്റെ ഒന്നാം ഘട്ട കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. 55 പ്രതികളുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചിരുന്നത്. ഇനി അതിൻ്റെ ഒരു അന്തിമഘട്ടത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരു മുഴുവൻ കുറ്റപത്രം എന്ന രണ്ടാം ഘട്ടത്തിലേക്ക് അന്തിമ കുറ്റപത്രം സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിനു മുൻപായിട്ട് ചോദ്യം ചെയ്യലടക്കമുള്ള എല്ലാ നടപടികളെല്ലാം പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിലേറ്റവും സുപ്രധാനമെന്ന് പറയുന്നത് ഈ കാലയളവിൽ ജില്ലാ സെക്രട്ടറിമാരായിരുന്നവരെ ചോദ്യം ചെയ്തിരുന്നു. അതിൽ കെ രാധാകൃഷ്ണനും ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അതിന് മുൻപുണ്ടായിരുന്ന AC മൊയ്തീനാണെങ്കിലും അതിനുശേഷം വന്ന MM വർഗീസിനാണെങ്കിലും ചോദ്യം ചെയ്യലടക്കം പലതവണ ചോദ്യം ചെയ്യലുകൾ പൂർത്തിയാക്കിയിരുന്നു. ഇനിയുള്ളത് കുറച്ചു കാലം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആ സമയത്തായിരുന്ന കെ രാധാകൃഷ്ണനെയാണ് ചോദ്യം ചെയ്യേണ്ടത്. മറ്റുള്ള എല്ലാവരെയും തന്നെ ചോദ്യം ചെയ്യലടക്കം പൂർത്തിയായിരുന്നു. അന്തിമഘട്ടത്തിലേക്ക് പോകുമ്പോഴാണ് കെ രാധാകൃഷ്ണനെ കൂടി ചോദ്യം ചെയ്യാനായിട്ട് അതിൻ്റെ സാങ്കേതികത്വത്തിൽ തന്നെ തീരുമാനിക്കുകയും ചെയ്തിരുന്നത്. കെ രാധാകൃഷ്ണൻ 2 തവണ നോട്ടീസ് നൽകിയിരുന്നു ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷേ 2 തവണ, ഒരു തവണ പാർലമെൻറ്റ് സമ്മേളനം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരു വേളയിലായിരുന്നു. പിന്നീട് പാർട്ടി കോൺഗ്രസ് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിനുശേഷം ഏപ്രിൽ 7 ശേഷം താൻ ഹാജരാകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇന്നത്തേക്ക് നോട്ടീസ് നൽകുന്നത്. ഇന്ന് ഏതാണ്ട് 10:00 അദ്ദേഹം ഓഫീസിലേക്ക് ഹാജരാകാൻ എത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ED കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാർച്ചിൽ കുറ്റപത്രം സമർപ്പിക്കണം എന്നതായിരുന്നു, അന്തിമ കുറ്റപത്രം സമർപ്പിക്കണമെന്നതായിരുന്നു നിർദ്ദേശം നൽകിയിരുന്നത്. പക്ഷേ അതിനിപ്പുറത്തേക്ക് നീണ്ടുപോകുന്നത് കെ രാധാകൃഷ്ണനെ കൂടി ചോദ്യം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നീണ്ടുപോകുന്നത്. എന്തായാലും അത് കഴിഞ്ഞാലുടൻ കുറ്റപത്രം സമർപ്പിക്കും. അതിൽ ജില്ലാ സെക്രട്ടറിമാർ എന്നത് പറയുന്നത് ഈ കരിവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതലായി ഉയർന്നിരിക്കുന്ന ആരോപണം ഇത് വായ്പകൾ അനുവദിച്ചതിലെ ക്രമക്കേടുകളാണ്. വലിയ അഴിമതി നടന്നിരിക്കുന്നു. അതിൽ വായ്പകൾ അനുവദിച്ചതിൽ വലിയ ക്രമക്കേടുകൾ വന്നിരിക്കുന്നു. അതിൽ അറിയേണ്ടത് ഇനി അത് പല വായ്പകളും ജില്ലാ നേതൃത്വത്തിൻ്റെ അറിവോടെയാണോ നിർദ്ദേശപ്രകാരമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പൂർത്തീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള മൊഴികളോ മറ്റു വസ്തുതകളോ ഉണ്ടെങ്കിൽ അങ്ങനെ ജില്ലാ നേതൃത്വത്തിൻ്റെ അറിവോടെയാണ് അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഇതിൽ കിട്ടിയ ഈ വായ്പയായ അനധികൃതമായി കിട്ടിയ വായ്പയിൽ ഏതെങ്കിലും ഒരു ഭാഗം ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെയുമായി ചുമതലപ്പെട്ട ആർക്കെങ്കിലുമൊക്കെയോ അല്ലെങ്കിൽ അവർ നിർദ്ദേശ അക്കൗണ്ടിലൊക്കെയോ വന്നിട്ടുണ്ടെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ വലിയ കുറ്റങ്ങളിലേക്ക് വരും. അങ്ങനെയെങ്കിൽ ഈ മുൻ ജില്ലാ സെക്രട്ടറിമാരടക്കം ആ കാലയളവിൽ ഉണ്ടായിരുന്നവരടക്കം പ്രതി ചേരുന്ന സാഹചര്യത്തിലേക്ക് പോകും. ഏരിയ സെക്രട്ടറിമാരും ഇതിലേക്ക് വരും. അപ്പോൾ ഈ അന്തിമ കുറ്റപത്രം എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. കാരണം ഇതിലേക്ക് വരുമ്പോഴായിരിക്കും ഇതിൽ കൂടുതൽ ഈ മൊഴികളുടെയും വിശകലനങ്ങളുടെയും അടിസ്ഥാനത്തിൽ സാങ്കേതികത്വത്തിൽ ഊന്നിയുള്ള കാര്യങ്ങളിലേക്ക് അടക്കം കടക്കുന്നത്. അപ്പോൾ കൂടുതൽ പേർ പ്രതി ചേർക്കപ്പെടാനുള്ള, പാർട്ടി നേതൃത്വത്തിൽപ്പെട്ടവർ പ്രതി ചേർക്കപ്പെടാനുള്ള സാധ്യതകളെല്ലാം തന്നെ ഇതിലാണുള്ളത്. നേരത്തെ അതിൽ കാര്യമായ രീതിയിലേക്ക് ആളുകൾ കടന്നു വന്നിരുന്നില്ല. പാർട്ടി നേതൃത്വത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു ഘടകങ്ങളിൽ നിന്നോ PR അരവിന്ദാക്ഷൻ മറ്റും ഉള്ളവർ, അരവിന്ദാക്ഷൻ അടക്കമുള്ള ആളുകൾ മാത്രമായിരുന്നു, 1-2 പേർ മാത്രമായിരുന്നു ഇതിൽ പ്രതി ചേർക്കപ്പെടുന്നതും കാര്യങ്ങളുമെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ കൂടുതൽ ഉന്നതരായ നേതാക്കൾക്ക്, നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ അറിവുണ്ടെങ്കിൽ, അവർക്ക് പങ്കുണ്ടെങ്കിൽ അതെല്ലാം വരുന്നത് ഈ രണ്ടാം ഘട്ട കുറ്റപത്രത്തിലേക്ക് വരുമ്പോഴായിരിക്കും. അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് CPM-ന് ഇത് വളരെ നിർണായകം തന്നെയാണ്. ഈ അന്തിമ കുറ്റപത്രത്തിലേക്ക് അടക്കമുള്ള കാര്യങ്ങൾ പോകുമ്പോൾ അതിൻ്റെ നടപടികൾ പൂർത്തിയാക്കുകയാണ് ഇപ്പോൾ ED ചെയ്യുന്നത്. അതിൽ ഇന്നിപ്പോൾ കെ രാധാകൃഷ്ണനെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. വീണ്ടും വിളിച്ചു വരുത്തുമോ എന്നതെല്ലാം തന്നെ ഇന്നത്തെ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും അറിയാൻ സാധിക്കുക. എന്തായാലും ഇന്ന് രാവിലെ 10:00 കെ രാധാകൃഷ്ണനോട് ഹാജരാകാനായിട്ട് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലേക്ക് ആവശ്യപ്പെട്ടിരിക്കുന്നത്.